ഇവിടെ എനിക്കൊരു സംശയം ഉണ്ടായിരുന്നേ. ഞാൻ കുറെ വീഡിയോസിലൊക്കെ ഇങ്ങനെ ബ്രസ്റ്റ് ക്യാൻസറിനെ കുറിച്ച് കണ്ടിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ബ്രസ്റ്റ് ലംബും ക്യാൻസറസ് ആണോ? എങ്കിലേ എന്നോട് പറ. ബൈ ഡെഫിനിഷൻ ഒരു ബ്രസ്റ്റ് ലംപ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോക്കലൈസ്ഡ് സ്വെല്ലിംഗ് അല്ലെങ്കിൽ ബംപ് അഥവാ മാസ് ഇൻ ദ ബ്രസ്റ്റ് ടിഷ്യൂ ആണ്. ഇത് മോസ്റ്റ് ഓഫ് ദ കേസസിലും ഇത് ക്യാൻസറസ് അല്ല, നോൺ ക്യാൻസറസ് അഥവാ ബിനൈൻ ടൈപ്പിലാണ് കൂടുതൽ വരുന്നത്. എങ്കിലും ചില കേസസിൽ ക്യാൻസറസ് ആവാറുണ്ട്. അപ്പൊ മാഡം ഇത് തമ്മിൽ എന്താ വ്യത്യാസം ഉള്ളത്? നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള നോൺ ക്യാൻസറസ് അഥവാ ബിനൈൻ ആയിട്ടുള്ള ബ്രസ്റ്റ് ലംസിനെ കുറിച്ച് ആദ്യം പറയാം. അതാണെങ്കിൽ ഫൈബ്രോഅഡിനോമ മോസ്റ്റ് കോമൺ ആയിട്ടുള്ള ഒരു ലംപാണ് ഫൈബ്രോഅഡിനോമ. ഇത് യൂഷ്വലി യങ് ആയിട്ടുള്ള പേഷ്യൻസിലാണ് കാണുന്നത്. ഇത് സോഫ്റ്റ് ആയിരിക്കും, സ്മൂത്ത് ആയിരിക്കും, റബ്ബറി ആയിരിക്കും, അത് ഈസിലി മൂവബിൾ ആണ്. അതാണ് ഫൈബ്രോഅഡിനോമ. പിന്നെ ഫൈബ്രോസിസ്റ്റിക് ചേഞ്ചസ് എന്ന് പറഞ്ഞിട്ടൊരു ടൈപ്പ് ഓഫ് ലംസ് ഉണ്ട്. അതാണ് ഡെഫിനറ്റ്ലി ലംപ് ആയിരിക്കത്തില്ല, ചെറിയ റോപ്പ് ലൈക്ക് സ്ട്രക്ചർ പോലെ കാണും. അത് യൂഷ്വലി ഹോർമോണൽ വേരിയേഷൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പീരിയഡ്സിന് മുമ്പുള്ള സമയങ്ങളിൽ അത് കാരണം പെയിൻ ഉണ്ടാകാനുള്ള സാധ്യത കാണാറുണ്ട്. പിന്നീടുള്ളത് മാസ്റ്റൈറ്റിസ് അഥവാ ഇൻഫെക്ഷൻസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് മൂലം വരുന്ന ബ്രസ്റ്റ് ലംപുകളാണ്. അത് നല്ല ടെൻഡർ ആയിരിക്കും, പെയിൻഫുൾ ആയിരിക്കും, യൂഷ്വലി അസോസിയേറ്റഡ് ആയിട്ട് ഫീവർ ഒക്കെ കാണാവുന്നതാണ്. പാല് കൊടുക്കുന്ന സ്ത്രീകളിലാണ് അത് കൂടുതലായിട്ട് കാണുന്നത്. പിന്നീടുള്ളത് ഇൻട്രാഡക്ടൽ പാപ്പിലോമ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ആണ്. അതാണെങ്കിൽ മിൽക്ക് ഡക്റ്റിൽ ഉണ്ടാകുന്ന ഒരു വാട്ട് ലൈക്ക് പോലെയുള്ള സ്ട്രക്ചർ ആയിരിക്കും. വേറൊരു എൻറ്റിറ്റി ഉള്ളത് സിസ്റ്റുകളാണ്. അത് യൂഷ്വലി ഫ്ലൂയിഡ് ഫീൽഡ് ആണ്. അത് സോഫ്റ്റും ആകാം, ചില കേസുകളിൽ ഫേമും ആകാറുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ നോൺ ക്യാൻസറസ് അഥവാ ബിനൈൻ ആയിട്ടുള്ള ഗ്രോത്തുകൾ.